എടാ ഞാനേ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര രൂപയാണ് നിങ്ങൾക്കൊരു മന്ത്ലി സാലറി നിങ്ങൾ ഭാവിയിൽ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പല കുട്ടികളും പറഞ്ഞു, ചില ആളുകൾ പറഞ്ഞു എനിക്ക് 1 ലക്ഷം വേണം, ചില ആളുകൾ പറഞ്ഞു എനിക്ക് 50,000 മതി, അങ്ങനെ ചില ആളുകൾ പറഞ്ഞു 2 ലക്ഷം വേണം, 3 ലക്ഷം, 10 ലക്ഷം, കോടികൾ വരെ പറഞ്ഞ സ്റ്റുഡൻസ് ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേടാ ഇവർക്കൊക്കെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളാണ്. പക്ഷേ ഈ ലക്ഷങ്ങൾ കിട്ടുന്ന ജോബ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇത്രയും ലക്ഷങ്ങൾ മേടിക്കുന്ന ആളുകളും നമ്മുടെ എന്താ പറയുക 10 ലക്ഷമൊക്കെ മാസം മേടിക്കുന്ന ആളുകൾ വളരെ ചുരുക്കം മാത്രമാണ് ജോബിലൂടെ നമ്മൾ നേടുന്നത്. പക്ഷേ അവിടെ ഒരു സൊല്യൂഷനുണ്ട്. അതിൻ്റെ പേരാണ് ബിസിനസ്. ഇവിടെ ബിസിനസ്സിലൂടെ നമുക്ക് വലിയ എമൗണ്ട് ഓഫ് മണി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ജോബിലൂടെ ഒരിക്കലും സാധ്യമല്ല. നിങ്ങളൊരു ഗ്ലാമർ ലൈഫൊക്കെ മുന്നോട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് നല്ലൊരു ജോബിനേക്കാൾ എന്തുകൊണ്ടും ബെറ്ററാണ് ഒരു ബിസിനസ്. ഒരുപാട് ആളുകളെ സഹായിക്കാൻ പറ്റും, ഒരുപാട് ആളുകൾക്ക് ജോബ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു സോഷ്യൽ സർവീസും കൂടെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ആദ്യം ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്നുള്ള പ്രോപ്പർ സ്ട്രക്ചറോടുകൂടെ തുടങ്ങുന്നത്, ഞാൻ ഒരുപാട് തുടങ്ങിയിട്ടുണ്ട്. കുറേ പരാജയപ്പെട്ടു. ചിലത് പ്രോഫിറ്റൊന്നും ഇല്ലാതെ ചിലവും വരവൊക്കെ ഒരുപോലെ ആയിപ്പോയി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എനിക്ക് സക്സസ് ആയത് ഇന്നിപ്പോൾ ഏകദേശം അത് എന്താ പറയുക സക്സസ് ആയി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ പേരാണ് ഗ്ലോബൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. എൻ്റെ 21-ാം വയസ്സിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു സക്സസ്ഫുൾ ജേണി നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഗ്ലാമർ ലൈഫാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡെഫിനറ്റ്ലായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. മറ്റുള്ളവർക്ക് ജോലി കൊടുക്കണം, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനായിട്ട് എൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്.